സിനിമയ്ക്ക് തിയേറ്റർ കിട്ടുന്നില്ലെന്ന പരാതിയുമായി സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. ആദ്യ ആഴ്ചയിൽ 140 തിയേറ്ററുകൾ ലഭിച്ചെങ്കിലും രണ്ടാം വാരം ലഭിച്ചത് 12 തിയേറ്ററുകൾ മാത്രമാണെന്നും ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു. മലയാള ചലച്ചിത്ര മേഖലയിലെ പ്രതിസന്ധിക്കെതിരെ ഇതിലും വലിയ പോരാട്ടമുണ്ടോ എന്ന് തന്നെയാണ് പരിഹസിക്കുന്നത്. സജോ ദേവസ്യയുണ്ട് വിശദാംശങ്ങളുമായി. സജോ, എന്താണിപ്പോൾ ഈ തിയേറ്ററുകൾ വെട്ടിക്കുറച്ചതിന് പിന്നിൽ ലിജോയുടെ ആരോപണം എന്താണ്? വിനീത, ഇക്കാര്യത്തിൽ തിയേറ്ററുകൾ മൂൺവാക്ക് എന്ന സിനിമയ്ക്ക് കിട്ടാത്തതിലുള്ള പരാതി പരിഭവമൊക്കെയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി പ്രകടിപ്പിക്കുന്നത്. അതായത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ആമേൻ മൂവി, മൊണാസ്ട്രിയും അതോടൊപ്പം മാജിക് ഫ്രെയിംസും അടക്കമുള്ള ബാനറുകളിൽ ലിജോ അവതരിപ്പിച്ച് ലിസ്റ്റിൻ സ്റ്റീഫനും ഒപ്പം ജസ്നി അഹമ്മദും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ മലയാളത്തിലെ മുൻനിര ആളുകൾ അല്ലെങ്കിൽ നിർമ്മാതാക്കൾ, സംവിധായകർ, അങ്ങനെ ചലച്ചിത്ര മേഖലയിൽ മുൻനിരയിൽ നിൽക്കുന്ന ആളുകൾ ചേർന്ന് ഒരുക്കിയ ഒരു ചിത്രം. ആ ചിത്രത്തിന് പക്ഷേ ആദ്യ ആഴ്ചയിൽ കിട്ടിയ വരവേൽപ്പ് പിന്നീട് ലഭ്യമാകുന്നില്ല. 140 തിയേറ്ററുകളിലായി റിലീസ് ചെയ്യുന്നു. അതിനുശേഷം തിയേറ്ററുകളിൽ കളിക്കുന്നു ചിത്രം. പക്ഷേ രണ്ടാം ആഴ്ചയാകുമ്പോഴത്തേക്കും അത് 12 തിയേറ്ററുകളായി കുറയുന്നു. എന്ന് മാത്രമല്ല അതിൽ 3 തിയേറ്ററുകൾ മാജിക് ഫ്രെയിംസിന്റേതാണ്. അപ്പോൾ ചുരുക്കത്തിൽ 9 തിയേറ്ററുകൾ മാത്രമേ ലഭ്യമാകുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാണ്. ആ കാര്യത്തിൽ തിയേറ്ററുകൾ ലഭിക്കാതെ പോകുന്നതിലുള്ള അദ്ദേഹത്തിന്റെ വിമർശനം പരസ്യമായി കൂടി ഉന്നയിക്കുകയാണ്. ഇത്രയും പ്രധാനപ്പെട്ട ആളുകളൊക്കെ മുന്നിൽ നിന്ന് നയിച്ച ഒരു ചിത്രത്തിന്റെ അവസ്ഥ ഇതാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഒപ്പം ആളുകൾ, പ്രേക്ഷകർ ഈ ചിത്രം കണ്ട് അഭിപ്രായം പറയണമെന്ന് പറയുന്നു. നിരവധി പുതുമുഖ നടന്മാർ, അഭിനേതാക്കൾ അണിനിരന്ന ഒരു ചിത്രം കൂടിയാണിത്. ആ ചിത്രത്തിന്റെ അവസ്ഥയാണ്.